ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ച് നിയ്യത്ത് വെച്ച് ഉറപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ അതിൽ സെലക്ട് ചെയ്ത ആളുകൾ, നിയ്യത്ത് വെച്ച് തീരുമാനിച്ചുറപ്പിച്ച് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന നിലയിൽ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നത് നമുക്കറിയാം. മുൻകാലങ്ങളിൽ ഉള്ളതുപോലെയല്ല ഇപ്പോഴുള്ള ഹജ്ജ്. സാമ്പത്തികമായി ഒരുപാട് പൈസയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും 4 ലക്ഷം ഉറുപ്പിക എങ്ങനെ വന്നാലും എനിക്ക് തോന്നുന്നു ഒരു യാത്ര പോയി തിരിച്ചു വരണമെങ്കിൽ ഗവൺമെന്റിലുള്ള ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് തന്നെ ഒരു 5 ലക്ഷം ഉറുപ്പിക എന്ത് തന്നെയായാലും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകും എന്നതിൽ ഒരു സംശയമില്ല. ഇനി പ്രൈവറ്റ് ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ 8 ലക്ഷം ഉറുപ്പികയിൽ കുറയാതെ അവരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നുണ്ട്. അപ്പോൾ നാം ഏവരും മനസ്സിലാക്കേണ്ടത്, ഇത്രയും അതായത് നാം കഠിനമായി ആർക്കും വെറുതെ തന്നതോ നമുക്കൊന്നും കിട്ടിയതോ അല്ല. ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മൾ, അതായത് ഈ ഒരു ഹജ്ജ് എൻ്റെ ഒരു നിർബന്ധ ഒരു കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഫർളായ ഒരു കർമ്മമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു നിയ്യത്തോടും ആഗ്രഹത്തോടും കൂടി ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, അതും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നിലയിലും സാമ്പത്തികമായി ഒരുപാട്, അതായത് COVID-19 എന്ന ഒരു മഹാമാരി നമുക്ക് എല്ലാവർക്കും അറിയാം. മുമ്പേ സാമ്പത്തികമായി പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും കൂടി ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായ മാന്ദ്യവും ഒരുപാട് പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒരുപാട് റബ്ബിനെ സ്തുതിക്കണം. കാരണം ആ ഒരു പ്രതിസന്ധികളുടെ ഇടയിൽ നിന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു കർമ്മം നിർവഹിക്കാൻ തൗഫീക്ക് തന്ന, സൗഭാഗ്യം തന്ന യാ അല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഒരു തരത്തിലും എന്റെ ഈ കർമ്മത്തിൽ പാളിച്ചകളോ പോരായ്മകളോ അറിയാതെ ഒരു തെറ്റുകുറ്റമോ വരാതെ ഈമാനോടുകൂടി ആ കർമ്മം നിർവഹിച്ചു എന്ന ആത്മവിശ്വാസത്തോടു കൂടി പ്രിയമുള്ളവരെ തിരിച്ചു വരാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകണം. നമ്മൾ ആഗ്രഹിച്ചാൽ പോരാ, അതിനെ വളരെ കൃത്യമായി നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ട്. അത്രയും പ്രതിസന്ധി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മെ സംബന്ധിച്ചുണ്ടാകുന്നത് ആരോഗ്യപരമായി പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. പ്രായമുള്ള ആളുകളാണ് എന്നതുകൊണ്ടാണ് എനിക്ക് പ്രയാസം. എന്നാൽ നമ്മെക്കാളും വയസ്സ് കുറഞ്ഞ ആളുകളോട് ചോദിക്കുമ്പോൾ ജീവിതശൈലി രോഗമാകുന്ന ഷുഗർ, പ്രഷർ പോലുള്ളതിനപ്പുറം കാലുവേദനയും ബാക്ക് പെയിനും മുട്ടുവേദനയൊന്നും ഇല്ലാത്ത ആളുകൾ ഇന്നെന്താണ് വളരെ അപൂർവമാണ്. എല്ലാവരെ സംബന്ധിച്ചും മാനസികമായി ഒരു ബേജാർ, ഒരു ടെൻഷൻ, ആരോഗ്യം എന്തായിരിക്കും? കാരണം നമുക്കറിയാം, അതും അതായത് ഈ ഒരു COVID-19 എന്ന മഹാദുരന്തത്തിന്റെ മഹാമാരിക്ക് ശേഷം ഒരു ചുമ വന്നാൽ, ഒരു പനി വന്നാൽ, അല്ലെ, നമ്മൾ മുമ്പ് അനുഭവിക്കുന്നതിലേറെ വിഷമങ്ങളും പ്രയാസങ്ങളും ശാരീരികമായി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മെ സംബന്ധിച്ച് നമുക്കൊരു ടെൻഷൻ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ടെൻഷനും ഡിപ്രഷനും ആളുകളിൽ, അല്ലെ, മുമ്പത്തെ പോലെ അതും മാറി വന്നിട്ടുണ്ട്. മുമ്പൊക്കെ വീടുകളിൽ ഒരുപാട് ആളുകള്, അല്ലെ, ഉമ്മാമാന്റെ 10 മക്കള്, ആ 10 മക്കൾക്ക് വേറെയും 10ഉം 12ഉം മക്കള്, അങ്ങനെ ഒരു കുടുംബം സിസ്റ്റം എന്നതിൽ നിന്ന് മാറി എല്ലാരും ഇന്ന് ഉമ്മ ഉപ്പ 2 മക്കള്, അതിൽ മോള് ഗൾഫില്, മോന്റെ ഭാര്യയുടെ ഉണ്ട്, മോൻ അമേരിക്കയില്, ഇങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലത്തിൽ സ്ട്രെസ്, ഡിപ്രഷൻ പോലുള്ള രോഗങ്ങള്, അസ്വസ്ഥതകള് ഇതൊക്കെ നമുക്കുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ നിയത്ത് വെച്ച അന്ന് മുതൽ ഇതിനോടൊക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട്, കാരണം നമ്മെ ആരാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ്, നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത് എന്നതാണ് നമ്മളെ എല്ലാവരുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത ആളുകളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് യാത്ര ചെയ്ത ആളുകളാണ്. എന്നാൽ മറ്റ് യാത്രകളിൽ നിന്ന് ഹജ്ജ് യാത്രയെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വല്ലാത്തൊരു അത്ഭുതം. വിമാനം ഒന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് കൈപൊക്കിയെന്ന് ചോദിച്ചാൽ, ആദ്യമായി വിമാനം കയറുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1 or 2 ആളുകളാണ്. വിമാനം കയറുക എന്നതൊന്നും ഇത് വലിയൊരു പ്രത്യേകതയോ ഒന്നുമല്ല.
എല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണ്, ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഹജ്ജ് എന്ന യാത്രയിൽ നിന്ന് പ്രിയമുള്ളവരെ, ഹജ്ജ് യാത്രയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, മറ്റേതൊരു യാത്രയും നമ്മൾ പുറപ്പെട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരം അവിടെ ഉണ്ടാവും. നമ്മുടെ മനസ്സ് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ മക്കളിലേക്കും നമ്മുടെ നാട്ടിലേക്കും എത്ര സുഖത്തിലാണെങ്കിലും നമ്മൾ അവിടെ എത്തിയാൽ പറയും, മതി, ഒന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. കുടുംബം, വീട്, മക്കള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ യാത്ര ചെയ്യുന്നതിനനുസരിച്ച് എത്രമാത്രം അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ടോ, അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മുന്നോട്ട് പോകുന്നു, മനസ്സ് ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഹജ്ജ് യാത്ര, സുബ്ഹാനല്ലാഹ്, നമ്മൾ വീട്ടിൽ നിന്നല്ല. ഇന്നിപ്പോ നിങ്ങൾക്ക് എന്തെല്ലോ ടെൻഷൻ ഉണ്ടാവും. ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ, എന്നാലും ഒരു വല്ലായ്മ ഉണ്ടാവും. പക്ഷേ ഞാനിത് വെറുതെ പറയുന്നതേ അല്ല. ഞാനൊക്കെ എൻ്റെ കുഞ്ഞു കുട്ടിനെ എൻ്റെ ഉമ്മാരുടെ അടുത്താക്കിയിട്ടാണ് ഞാനും എൻ്റെ ഭർത്താവും ഹജ്ജിന് പോയത്. എനിക്ക് എൻ്റെ അത്താണി ഒരുപാട് വയസ്സുള്ള ആളുകളെ അവിടെ അവരൊക്കെ കിടത്തിയിട്ട് ഞാൻ ലാസ്റ്റ് അവരുടെ അടുത്ത് കയറി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരുമ്പോൾ എന്നോട് ഒരാൾ പറയാം, മോളെ, ഞാൻ മരിക്കുമ്പോൾ നീ വേണം, നീ എന്നെ കുളിപ്പിക്കണം, നീ എനക്ക് കുടിക്കാൻ തരണം, അതുകൊണ്ട് ഞാൻ മരിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉമ്മമാർ എൻ്റെ അത്താണിയിലുള്ള ഭർത്താവോ മക്കളോ വീടൊന്നും ഇല്ലാതെ ഒന്നും അവരുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള ഉമ്മമാരൊക്കെ എൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു പുറപ്പെടുന്നത് വരെ, പ്രിയമുള്ളവരെ. പക്ഷേ അതാണ് മറ്റു യാത്രയിൽ നിന്ന് ഹജ്ജ് യാത്രയെ വ്യത്യസ്തമാക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, യാ അല്ലാഹ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ, പ്രിയമുള്ളവരെ, ഇറങ്ങി പുറപ്പെട്ടത് മുതൽ പിന്നെ നമുക്ക് നമ്മുടെ വീടില്ല കേട്ടോ, പിന്നെ നമുക്ക് നമ്മുടെ നാടില്ല, പിന്നെ നമുക്ക് നമ്മുടെ കുടുംബം ഒന്നുമില്ല. നമ്മൾ എത്രയും മുന്നോട്ട് പോകുന്നോ അതിനനുസരിച്ച് നമ്മുടെ കണ്ണ് നിറയെ കഅബയായിരിക്കും, നമ്മുടെ മനസ്സ് നിറയെ മക്കയായിരിക്കും. നമ്മളെല്ലാം, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പ്രിയമുള്ളവരെ, അതനുഭവിക്കാൻ. അപ്പൊ നന്നായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ പോകുന്ന മക്ക, ആ നാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ തന്നെ, പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മുടെ സ്ത്രീകൾ വലിയൊരു കരുത്താണ്, നമ്മുടെ സ്ത്രീകള് വലിയൊരു ശക്തിയാണ് എന്ന് തെളിയിച്ച ഭൂമിയാണ് മക്ക എന്ന ഭൂമി. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലാണ് മക്കയുള്ളത്. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. സമുദ്രനിരപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു നിരപ്പാണ്. ആ നിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മക്ക എന്ന നാട്ടിൽ ഒരിക്കലും ഒരു തുള്ളി വെള്ളം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഭൂമിയാണ്, പ്രിയമുള്ളവരെ. ആ ഭൂമിയിൽ നിന്നാണ് യാ അല്ലാഹ് ഹാജറ ബീവി കാലിട്ടടിച്ച, അല്ലെ, തന്റെ കുഞ്ഞെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതുപോലെ ആരും സഹായിക്കാനില്ല. അന്ന് ആ നാട്, ഇന്ന് നമ്മള് മുസ്ദലിഫയിൽ രാപ്പാർക്കാന്ന് പറഞ്ഞാൽ കുറെ മുമ്പ് ഹജ്ജിന് പോയ ആളുകളോട് ചോദിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഒന്നുമില്ല, ഒരു ബാത്റൂമില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല, കുടിക്കാനൊരു വെള്ളം കിട്ടൂല, ഒന്നുമില്ലാത്ത ആ ഒരു രാപ്പാർക്കൽ വല്ലാത്തൊരു രാപ്പാർക്കലാണ്. പക്ഷേ ഇന്ന് ഞാനൊക്കെ പോയ സമയത്ത് തന്നെ ഇഷ്ടം പോലെ ടോയ്ലറ്റും തിന്നാനും കുടിക്കാനൊക്കെ വെള്ളവും, ആളുകൾ ഇങ്ങനെ കയ്യിലിങ്ങനെ അതായത് കയ്യിലുള്ള ബാഗിൽ ഇങ്ങനെ ഐറ്റംസ് എല്ലാം നിറച്ചിട്ട് രാത്രി വെള്ളം കിട്ടൂല, ജ്യൂസ് ഇങ്ങനെ കിട്ടുന്നതെല്ലാം വാങ്ങി വെക്കും. ഒന്നും വാങ്ങി വെക്കണ്ട കേട്ടോ, ഒന്നും വാങ്ങി വെക്കണ്ട. ഇപ്പോഴേ നമ്മളെ മനസ്സ് പടച്ചോനുമായിട്ട് ഇങ്ങനെ പടച്ച റബ്ബുമായി, കാരണം ഞാനും എൻ്റെ റബ്ബുമായി മാത്രമായിട്ട് പോകുന്ന ഒരു ഇബാദത്താണ് എന്ന ഒരു മനസ്സ് ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു തവക്കുലെ അല്ലാഹ് ഈ ഒരു ബന്ധം, ഇതാണ് ഈ ഹജ്ജിൽ നിന്ന് നമുക്ക് നേടാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ച്, അതായത് അന്ന് ഈ ഹാജറ ബീവി ആ മക്ക എന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ജലശൂന്യമായിരുന്നു എന്നതാണ്, പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജലശൂന്യമായിരുന്നു, ഒരു തുള്ളി വെള്ളമില്ല, ജലശൂന്യമായിരുന്നു, ഒരാളവിടെ ഇല്ല. ഫലശൂന്യമായിരുന്നു ആ മക്ക എന്ന നാട്, ജലശൂന്യമായിരുന്നു, ഫലശൂന്യമായിരുന്നു, ഒന്നുമില്ലാത്ത നാട്. യാ അല്ലാഹ്, ആ നാട്ടിലാണ് ഈ പൈതലിനെ പിടിച്ചിട്ടേ
സഫയിൽ നിന്ന് മറവ വരെ, മറവയിൽ നിന്ന് സഫ വരെ, ആ ഒരു ക്ഷമ, ആ ഒരു ത്യാഗം, ആ ഒരു പ്രാർത്ഥന, യാ അല്ലാ അല്ലാ. നോക്കൂ നിങ്ങളെ, വെറുതെയാണോ? ഞാനും നിങ്ങളാണെങ്കിൽ, ഞാനും നിങ്ങളും ആണെങ്കിൽ ഭർത്താവ് പോയ ആ നിമിഷം അല്ലെ മുഖേന വെറുപ്പിച്ച്, പിന്നെ നമുക്ക് അള്ളിയില്ല, ഇബാദത്തും ഇല്ല, കർമ്മവും ആരും ഇല്ലാണ്ട്. പക്ഷേ ഹാജറ ബീവി വെറുതെ ഇരുന്നില്ലല്ലോ. ജനശൂന്യമായ ഫലശൂന്യമായ ഒരു തരി ഒന്നുമില്ലാത്ത ആ ഭൂമിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് ഓടുകയാണ് ഒരു തുള്ളി വെള്ളം കിട്ടുക. അങ്ങനെയാണ് പ്രിയമുള്ളവരെ അത്ഭുതം സൃഷ്ടിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള ആ മക്ക എന്ന നാട്ടിലെ സംസം എന്ന് പറയത്തക്ക രൂപത്തിൽ അന്നും ഇന്നും ഒഴുകുന്ന ആ വെള്ളം, യാ അല്ലാഹ്, അതാണ് നമ്മളെ മനസ്സിനുണ്ടാകേണ്ട കരുത്ത്. മുട്ട് വളഞ്ഞാലും നടുനിവരുന്നില്ലെങ്കിലും എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും എന്നെ സഹായിക്കാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കൂല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഗവൺമെന്റിൽ ഞാൻ തട്ടിമുട്ടി വന്നതാണ്, എന്താകും എനിക്കൊരുപാട് മരുന്നുണ്ട് എന്നൊന്നും ചിന്തിക്കണം. കാരണം നമ്മൾ പോകുന്നത് അത്ഭുതം സൃഷ്ടിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചിറപ്പ് അത്ഭുതം സൃഷ്ടിക്കുന്ന അത്രമാത്രം ശ്രേഷ്ഠമായ ഭൂമിയിലേക്കാണ് അല്ലാഹ്. ആ പരിശുദ്ധമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അതും ആര് വിളിച്ചിട്ട്? അല്ലാഹ് ആര് വിളിച്ചിട്ട്? റബ്ബുൽ ആലമീനാണ് എന്നെ വിളിച്ചത്. സൗദി രാജാവാണ് വിളിച്ചത്. നമ്മുടെ ഗ്രൂപ്പാണോ നമ്മെ വിളിച്ചത്? നമ്മുടെ സർക്കാരാണോ നമ്മെ കൊണ്ടുപോകുന്നത്? അല്ലട്ടോ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ, അള്ളാഹുവിന്റെ അതിഥികളായിട്ട് പ്രിയമുള്ളവരെ പോകാനുള്ള തൗഫീഖ് യാ അല്ലാഹ് നീ എനിക്ക് തന്നല്ലോ റഹ്മാനെ. ഇനി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെ നീ എത്തിക്കണേ അല്ലാഹ്, അവിടെ നീ എത്തിക്കണേ. ഇതാ നമ്മൾ ഇനി എന്താ പട്ടി വെക്കേണ്ടത്, ആരെ വിളിച്ചു കൂട്ടേണ്ടത്, ആർക്കെല്ലാം തിന്നാൻ കൊടുക്കേണ്ടത്, ഇതൊന്നും നമ്മളെ മനസ്സിലുണ്ടാവണ്ട. അവിടെ നീ എന്നെ എത്തിക്കണം റഹ്മാനെ. ആഫിയത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം അല്ലാഹുവോട്, ആയുസ്സിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം നല്ലോണം സ്ത്രീകളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നല്ലോണം നടന്ന് ശീലിക്കണം. പേടിക്കൊന്നും വേണ്ട. ഞാനൊക്കെ തീരെ നടക്കാത്ത ആളാണ്, നടത്തം ശ്രദ്ധിക്കാത്ത ആളാണ്. കാരണം നടക്കാൻ നേരമില്ല, അതാണ് പ്രശ്നം. പക്ഷേ അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും കുറച്ച് നടന്ന്, ഇപ്പൊ തന്നെ വെറുതൊന്ന് രാവിലെ ഒരു അരമണിക്കൂറിലൊന്ന് നടന്ന് ശീലിക്കണം. കുറച്ച് എന്തായാലും നമുക്ക് നടക്കാനുണ്ട്. അപ്പൊ കുറച്ച് നടന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറച്ചൊന്ന് നടന്ന് ശീലിക്കുക. എന്നിട്ട് നല്ല പ്രാർത്ഥനയോടുകൂടിയ അല്ലാഹ് അങ്ങോട്ടേക്ക് പോവുക. വേറൊരു പ്രയാസവും ഒരു പ്രതിസന്ധി, കാരണം അള്ളാഹുവാണ് നമ്മെ കൊണ്ടുപോകുന്നത്. തീർച്ചയായും നമ്മളെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മമാകും. പിന്നെ ഹജ്ജിന്റെ വിഷയത്തിൽ എനിക്ക് സ്ത്രീകളോടായി പറയാനുള്ള എല്ലാ കാര്യവും അൽഹംദുലില്ലാഹ് സലീം സുലൈമ വളരെ കൃത്യമായി എടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, സലീം സുലൈമ പറഞ്ഞിട്ടുണ്ട് മരുന്ന് വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, ഒരാളും മരുന്ന് കഴിക്കരുത്, ഒരാളും ഡോക്ടറെ അടുത്ത് പരിശോധിക്കരുത്. നിങ്ങൾ അവിടെ എത്തിയിട്ട് മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം. എന്തിനാ മരുന്ന് കഴിക്കുന്നത്? ഇത്രയും നമ്മുടെ ഇസ്ലാം മതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന മതം അല്ല ഇസ്ലാം മതം. ബുദ്ധിമുട്ടിക്കൽ ഇസ്ലാമിലില്ല. പിന്നെ എന്തിനാ നമുക്ക് ടെൻഷൻ? എന്തിനാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത്? അത് ആലോചിക്കേണ്ടത്. കാരണം ഹജ്ജിൽ ആകെ ഒരു ഹജ്ജുമായി നമ്മുടെ, അതായത് മെൻസസ് ആയി അല്ലെങ്കിൽ വലിയ ശുദ്ധിയായി എനിക്ക് പീരീഡ്സ് വന്നു എന്ന നിലയിൽ ഹജ്ജിൽ നമ്മൾ ആകെ മാറ്റി നിർത്തേണ്ട ഒരു ഇബാദത്ത് ഏത് മാത്ര? നിങ്ങൾ പറയും, ഏത് മാത്ര? തവാഫ് മാത്ര. പിന്നെ നമുക്ക് സ്ത്രീകൾക്കുണ്ടൊരു വസ്വാസ്, സ്ത്രീകൾക്കുണ്ടൊരു ഒരു പൈശാചികത എന്നാണ് വേണമെങ്കിൽ അതിന് പറയേണ്ടത്. എന്താ അറിയാം, നിസ്കാരമൊന്നും ഇല്ലാണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പം പ്രിയമുള്ളവരെ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളും അള്ളാഹുമായിട്ട് ഇങ്ങനെ അതില് നമ്മളെ ശരീരം അവിടെ വലിയ ശുദ്ധി ചെറിയ ശുദ്ധി എന്ന ഒന്നില്ല. ഈ ചെയ്യുന്നതിന് വരെ നമുക്ക് എന്ത് വേണ്ട? വുദു വേണ്ട എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഞാൻ ഗുളിക കഴിക്കേണ്ടത് എന്ന് പറയാം. ഞാൻ കുറേ പ്രാവശ്യം അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ ഉംറക്കായിട്ടും ഹജ്ജിനായിട്ടും ഞാൻ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുമായി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഞാൻ ഇനി ഹജ്ജിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും, കോൾ ചെയ്തുകൊണ്ടേയിരിക്കും, ടീച്ചർ ഇങ്ങനെയായിപ്പോയി. ഞാൻ അവിടെ എത്തിയാൽ കാണുന്ന കാഴ്ച, പ്രിയമുള്ളവരെ, മരുന്ന് കഴിച്ച 99% ആളുകൾക്കും 10, 15, 20 ദിവസം പീരീഡ്സ് നിൽക്കാതെ, മരുന്ന് കഴിക്കുമ്പോഴുള്ള ഭൂരിഭാഗം സ്ത്രീകൾക്കും മരുന്ന് കഴിക്കലോടുകൂടി ഡിസോൾഡറായി ആകെ പിന്നെ പീരീഡ്സ് നിൽക്കുക. സാധാരണ നമുക്ക് ആവുന്ന ആവല് ഒരു 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, അതിലപ്പുറം. നമ്മൾ ചെറിയ പ്രായത്തിൽ നമുക്ക് പീരീഡ്സ് എത്രയാണ് ഉള്ളത്? 5 ദിവസം. എങ്കിൽ വലുതായാലും ആ 5 ദിവസമേ നമ്മൾ എന്ത് ചെയ്യണ്ടോ? പീരീഡ്സ് ആയിട്ട് നിൽക്കേണ്ടതുള്ളൂ. എനിക്ക് 15 ദിവസമാവും 12 ദിവസമാവും എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ രക്തസ്രാവ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. അത് വലിയ ശുദ്ധിയല്ല. അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. എന്നിട്ടും അതങ്ങനെ ആവുകയാണെങ്കിൽ ഒരിക്കലും നോമ്പോ നമസ്കാരോ നമ്മൾ ആരും ഉപേക്ഷിക്കേണ്ടതില്ല. നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പീരീഡ്സ്. നമുക്ക് എങ്ങനെയാണോ, എൻ്റെ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് 5 ദിവസമാണോ, എനിക്ക് 7 ദിവസമാണോ, ഇനി നമ്മൾ പ്രായം കഴിഞ്ഞ് ഹോർമോൺ കുറെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ച് ശാരീരികമായി പല അസ്വസ്ഥതകള്, പല രോഗങ്ങൾ ഉള്ളതിന്റെ പേരിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റിൽ ആർക്കെങ്കിലും 1 മാസം ബ്ലീഡിങ് ഉണ്ടായാൽ അവൾ വലിയ ശുദ്ധിക്കാരിയല്ല. അതിന് നമ്മൾ നൽകേണ്ട നിർവചനം എന്താണ്? അവൾ അതായത് അവൾ രക്തസ്രാവ രോഗമുള്ള ഒരാളാണ്. അവർ എത്ര ദിവസമാണോ സാധാരണ അവരുടെ ആരോഗ്യമുള്ള പ്രായത്തിൽ അവർക്ക് മെൻസസ് ആവുന്നത്, പീരീഡ്സ് ആവുന്നത്, അത് കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കാം, അവർക്ക് നോമ്പ് നോക്കാം. എല്ലാ കർമ്മങ്ങളിലും സാധാരണ നമ്മൾ ഹജ്ജിന് പോകാത്ത ആളുകൾ ഇവിടുന്ന് വരെ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പൊ നേരത്തെ നമുക്ക് സലീം സുലൈമി വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നോ, നമ്മൾ പോകുന്ന സമയത്താണ് എങ്കിൽ എല്ലാവരും ഉംറയ്ക്ക് വേണ്ടി ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് നിയ്യത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് പോലെ നമ്മളും ഇഹ്റാമിൽ പ്രവേശിക്കുക. എന്നിട്ട് അവിടെ എത്തിയിട്ട് എല്ലാവരും ഉംറ നിർവഹിക്കാൻ പോകുന്നത് നമ്മൾ പോകുന്നില്ല. നമ്മൾ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷം നമ്മുടെ ഉംറ നമ്മൾ പൂർത്തിയാക്കുകയാണ്. അപ്പൊ നമുക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഹജ്ജിന്റെ സമയത്താണ് എങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്കും ഹജ്ജിന്റെ പിറ്റേന്ന് ഫ്ലൈറ്റ് കയറി വന്ന ഗവൺമെന്റ് പോകുന്ന ആളുകളല്ല എല്ലാവരും. അതെ, അതുപോലെ പ്രൈവറ്റ് പോകുന്ന ആളുകൾ ആരും പെട്ടെന്ന് വരുന്നതില്ല. ഒരാഴ്ച എന്തായാലും സമയമുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ കർമ്മവും ചെയ്തതിന് ശേഷം റൂമിലേക്ക് തിരിച്ചു വന്നിട്ട് ശുദ്ധിയായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പോയി തവാഫ് ചെയ്യാം. ഗുളിക കഴിച്ചാൽ പ്രിയമുള്ളവരെ ആരോഗ്യപരമായി ഒരു പ്രയാസമില്ലാതെ 5 ദിവസമോ 6 ദിവസമോ പീരീഡ്സ് ആവുന്ന ആളുകൾ പോകുന്നത് മുതൽ ഗുളിക കഴിക്കാൻ തുടങ്ങിയാൽ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, എല്ലാ ദിവസവും 8 മണിക്ക് കഴിക്കുന്ന ഗുളിക 8:05 ആയാൽ എക്സ്പ്രസ് വരുന്ന പോലെ പീരീഡ്സ് വരും. ഞാൻ പറഞ്ഞുതരാം. 8 മണിക്ക് കഴിക്കുന്ന ഗുളിക 8:05 ആകുമ്പോഴേക്ക് എന്ത് വന്നു? ഇത് പൊട്ടലാണ്. ഞാൻ പറഞ്ഞുതരാം, ബ്ലീഡിങ് പിന്നെ നിൽക്കൂല. അത് മാത്രല്ല പ്രിയമുള്ളവരെ, ഈ ഗുളിക കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടല്ലോ, ഞാൻ എൻ്റെ അനുഭവമാണ്, എൻ്റെ കൂടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതകള്, തലകറക്കം, നടക്കാൻ കഴിയുന്നില്ല, ബാക്ക് പെയിന്, അവരിൽ നാച്ചുറലായി സംഭവിക്കേണ്ട ഒന്നിനെ അവർ പിടിച്ചു വെച്ചതിന്റെ പേരിൽ അവർ ശാരീരികമായി കാലുവേദന, തളർച്ച, പ്രയാസങ്ങള്, മാനസികമായ ഡിപ്രഷൻ, അസ്വസ്ഥതകള്, നമുക്ക് സാധാരണ നമ്മളിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച്, അതിൽ നമുക്ക് തലകറക്കം, ക്ഷീണം, അസ്വസ്ഥത, മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മൾ സാധാരണ മെൻസസ് ആവുന്ന സ്ത്രീകൾ അനുഭവിക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ മരുന്നും കൂടി കഴിച്ചാൽ ഈ 40 ദിവസവും പ്രിയമുള്ളവരെ ഒരു പ്രസവ വേദന അനുഭവിക്കുന്ന രോഗി അനുഭവിക്കുന്നത് പോലെയാണ് നമ്മൾ അവിടുന്ന് കാണാൻ. ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗുളിക കഴിക്കാൻ നിയത്ത് വെച്ച ആളുകൾ എന്നെ പേഴ്സണലായിട്ട് കാണും. ഞാൻ അവർക്ക് നല്ല രൂപത്തിൽ ക്ലിയർ ആയിട്ട് അവരെ ഡേറ്റ് വെച്ചിട്ട് അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ ഒരു ടെൻഷനും ആവണ്ട, നിങ്ങൾ കഴിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈറി എന്നതാണ്. നിങ്ങൾ അവിടെ പോയാൽ ഗുളിക കഴിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ കാണുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കും. ഒരു ടെൻഷനും ആവണ്ട. ഇനി ഹജ്ജിന്റെ സമയത്ത് തന്നെ മെൻസസ് ആയി പോയാലും എന്താ ചെയ്യേണ്ടത്? ഒരു ടെൻഷനും വേണ്ട. എല്ലാ കർമ്മവും നമുക്ക് അറഫയിലിരിക്കാം, മുസ്ദലിഫയിൽ പാർക്കാം, മിനയിൽ പോവാം, നമുക്ക് കല്ലെറിയാൻ, ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടി പോകാം, സഅയ് നമുക്ക് ചെയ്യാം. എന്തേ നമ്മൾ മാറ്റിവെക്കേണ്ടതുള്ളൂ? കാരണം നമുക്കറിയാം ബലിയെറുക്കാൻ, ഹജ്ജിനെ ഞാൻ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് റസൂലേ ബലിയെറുത്തു, ബലിയെറുക്കാം. ശരിയാണ്, അത് ചെയ്തോ.
വേറൊരാൾ വന്നിട്ട് പറയാണ്, യാ റസൂലുള്ളാഹ്, ഞാൻ തവാഫ് ചെയ്യുന്നതിന് മുമ്പേ മുടി കളഞ്ഞു. അത് ശരിയാണ്, നീ അങ്ങനെ ചെയ്തോളൂ. നോക്കൂ നിങ്ങള്, അപ്പൊ എല്ലാം ഞാൻ തവാഫ് ചെയ്യുന്നതിന് മുമ്പേ സഅയ് ചെയ്തു റസൂലേ, ചെയ്യാം. നോക്കൂ പ്രിയമുള്ളവരെ, കാരണം ഇതൊക്കെ നമുക്ക് തന്നത് ആരാണ്? അല്ലാഹുവാണ്. ഇത് നമ്മളെ സ്ത്രീകളായിട്ടൊന്നും ഉണ്ടാക്കി വെച്ചതല്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹു സംവിധാനിച്ച് വെച്ച കാര്യത്തിൽ ഒരിക്കലും അള്ളാഹു നമ്മെ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്നതല്ല. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായ നിലയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും, ഈ കർമ്മം നിർവഹിക്കാൻ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് ആ ടെൻഷനിൽ ഇപ്പോഴേ മാറ്റുക. ഈ ടെൻഷൻ ഇങ്ങനെ കഴിച്ച് ഗുളിക കഴിച്ച് നിങ്ങൾ നോക്കിക്കോ, യാത്രയില് ഇവിടുന്ന് ഗുളിക കഴിച്ച് പുറപ്പെട്ട് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേക്ക് മെൻസസ് ആയ ആളുണ്ട്. എന്നിട്ട് ടൈം തെറ്റുമ്പോഴേക്ക് എന്ത് വരും? മെൻസസ് വരും. ഈ ഗുളിക കഴിച്ചതിന്റെ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ ഭയങ്കര ബ്ലീഡിങ്. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഡോക്ടറോട് സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, അവര് 14 ദിവസമായി ഈ ഗുളിക ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട്. 14 ദിവസം ഈ ഗുളിക കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ്. അവിടെ 40 ദിവസം നിന്ന ആള് 40 ദിവസം തന്നെ ശുദ്ധിയാവുന്നില്ല. അവിടെ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഒരു ടെൻഷൻ ആവണ്ട. നല്ല കൃത്യമായി ഇത് ഗുളിക കഴിച്ച് ടെൻഷനായി എല്ലാം കൂടി പിന്നെ ഇത് എല്ലാം കൂടി ഒന്നല്ലാത്ത അവസ്ഥയിലേക്കാവും. ആ ഒരു 6 ദിവസം 5 ദിവസം വളരെ ക്ലിയറായി ശരീരം ശുദ്ധിയായി ആരോഗ്യപരമായി ഹജ്ജ് നിർവഹിക്കാൻ പ്രിയമുള്ളവരെ ഉറപ്പായും അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാവും. ആ രൂപത്തിലുള്ള ടെൻഷനോ അസ്വസ്ഥതകളോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ഹജ്ജിന്റെ ഭാഗമായോ ഒരിക്കലും ഉണ്ടാകേണ്ടതില്ല എന്നതാണ് എൻ്റെ പറയുന്നത്. നമ്മുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത് റഹ്മാനെ, ഏറ്റവും നല്ല പുണ്യകരമായ ഹജ്ജ് അള്ളാഹു എൻ്റെ കർമ്മം സ്വീകരിച്ചിട്ടുണ്ട് എന്ന മാനസിക തൃപ്തിയോടുകൂടി നാഥ, ഒരു പെറ്റുമ്മ പ്രസവിച്ച ഒരു ശിശുവിനെ പോലെ എനിക്ക് എൻ്റെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരാൻ വന്നു കൂടാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ആഫിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത്ത്. ആഫിയത്തിനൊക്കെ മനസ്സറിഞ്ഞ് ചോദിച്ചുകൊണ്ട് നല്ല ശ്രദ്ധിച്ച്. പിന്നെ അറഫയിലും മിനയിലെല്ലാം ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാവുന്ന പറഞ്ഞല്ലോ, കണ്ടത് തേച്ചും അവിടുത്തെ മുട്ടന്റെ വലിപ്പലും കാണുമ്പോൾ തോന്നുന്നു ആനമുട്ടയാന്ന്. ഭയങ്കര മണ്ണായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, ഇതിൽ ഇങ്ങനെ കൊണ്ട് നിട്ടരുത് നമ്മളെ മുന്നില്. ദയവ് ചെയ്ത് പ്രിയമുള്ളവരെ ഒന്നും വാങ്ങി തിന്നരുത്. വിശപ്പടങ്ങാൻ മാത്രം എന്തെങ്കിലും വെള്ളയിൽ കാണുന്ന കുറേ ജ്യൂസൊക്കെ കൊടുത്തരും എല്ലാം വാരി കുടിച്ച് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറൊക്കെ ഡിസോർഡറായി എണീറ്റ് ഓടും. ബാത്റൂമിൻ്റെ അടുത്തുള്ള ക്യൂ ആണ്. ആ ക്യൂവിൽ വരെ നിൽക്കാൻ പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞാൻ ഹജ്ജിനാണ് വന്നത്. എൻ്റെ മനസ്സും എൻ്റെ എല്ലാം പഠിച്ചോനെ. അതുകൊണ്ട് കുറച്ച് വിശപ്പ് മാറാൻ മാത്രം തിന്നിട്ട് നല്ലോണം അങ്ങ് ശ്രദ്ധിച്ചാലുണ്ടല്ലോ റാഹത്തിൽ നമുക്ക് അറഫയിൽ നിന്നൊക്കെ അള്ളാഹ് നേരത്തെ സലീം സുലീം സൂചിപ്പിച്ചതുപോലെ നമുക്ക് എന്തൊക്കെ പ്രാർത്ഥിക്കാനുണ്ട് പ്രിയമുള്ളവരെ. ഏറ്റവും കൂടുതൽ നമ്മൾ ഇനി എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കേണ്ടത് ആരോഗ്യത്തിന് വേണ്ടിയാണ്. എന്തേത് രോഗങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റും. ഒരു 10 വീട്ടിൽ പോയാൽ അള്ളാഹ്, ഒരു 10 വീട്ടിൽ ഞാനൊക്കെ ഇപ്പം ഈ ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കേവലം ഒരു വോട്ട് ചോദിക്കാനല്ല ഞാൻ പോയത്. ഓരോ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അള്ളാഹ് എന്തൊക്കെ രോഗങ്ങളാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആരോഗ്യമുള്ള ജനതയ്ക്ക് വേണ്ടി അള്ളാഹ്, ഞാൻ ഇന്ന് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിലൊക്കെ ഭിന്നശേഷിക്കാരായ മക്കൾ ഇങ്ങനെ കാണുമ്പോഴല്ലോ ഓരോ വീട്ടിലും പ്രിയമുള്ളവരെ ഒരു 5 വീട്ടിൽ കയറിയാൽ എനിക്ക് തോന്നുന്നു ഒരു 2 ഭിന്നശേഷിക്കാരായ, ഒന്നുകിൽ ഓട്ടിസം, അങ്ങനെ ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെട്ട എന്തെങ്കിലും ഇല്ലാത്ത ജനിക്കുന്ന കുട്ടികളിലൊക്കെ ഭൂരിഭാഗവും ഈ നിലയിൽ പ്രയാസങ്ങളും രോഗങ്ങളുള്ള. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ അത്രയും ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ആരോഗ്യമുള്ള ജനതയ്ക്ക് വേണ്ടി നോക്കൂ. നിങ്ങൾ എത്രയെത്ര വീടുകളാണ് അള്ളാഹ് ചെറിയ പ്രായത്തിലുള്ള മക്കൾ നിസ്സഹായരായി, ചെറിയ പ്രായത്തിലുള്ള മക്കളൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. ഉപ്പാന്ന് വിളിക്കാൻ പൂതിയാകുക. ആരെയാണ് ഉമ്മ ഞാൻ ഉപ്പാന്ന് വിളിക്കേണ്ടത് എന്നൊക്കെ ആശ കൊണ്ട് ചോദിക്കുന്ന ചെറിയ പൈത മക്കളുടെ മുന്നിൽ നിന്ന് ചെറിയ പ്രായത്തിലുള്ള പിതാക്കളൊക്കെ അപകടങ്ങളിൽപ്പെട്ടും രോഗത്തിൽപ്പെട്ടും മരണപ്പെട്ടു പോകുന്ന കാഴ്ചകൾ നിത്യസംഭവങ്ങളാണ് എന്റെയും നിങ്ങളുടെയും കൺമുന്നിൽ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു കാക്കാൻ, ചെറിയ പ്രായത്തിൽ അള്ളാഹു ആരെയും വിധവകളാക്കാതിരിക്കാൻ, നമ്മുടെ പൈത മക്കളെ പടച്ച റബ്ബ് മാതാപിതാക്കളില്ലാത്ത മക്കളാകാതിരിക്കാൻ തന്ന മക്കൾ തന്നെ യാ അള്ളാഹ് ലഹരി മാഫിയ പോലുള്ള വിപത്തിൽപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ
നമ്മുടെ മക്കള് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അന്തരീക്ഷം. അപ്പൊ നമ്മുടെ മക്കളൊക്കെ അള്ളാനെ ഓർക്കുന്ന, കണ്ണിന് കുളിർമയുള്ള, എന്നും പള്ളികളുമായി ബന്ധമുള്ള, ധാർമ്മികതയുള്ള, നല്ല തിരിച്ചറിവുള്ള ദീനുള്ള മക്കളാക്കിയിട്ട് നമ്മുടെ വളർന്നു വരുന്ന മക്കളെ മാതാപിതാക്കളുടെ കരങ്ങളിൽ പിടുത്തത്തിൽ കിട്ടാൻ വേണ്ടിയൊക്കെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ള സഹോദരിമാരായ നിങ്ങളുടെ പ്രാർത്ഥനക്കാണ് പ്രത്യേകത. ഉമ്മമാരൊക്കെ റബ്ബിനോട് കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ആ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല. അതുകൊണ്ട് കിട്ടിയ സമയം മുഴുവനും യാ അള്ളാഹ്, ഞാൻ ഒരുപാട് റബ്ബിനോട് ഉയർത്തേണ്ട സമയത്തൊക്കെ എൻ്റെ കൈയും എൻ്റെ കണ്ണും ഉയർത്തിയിട്ട് നാഥ നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഉമ്മത്തിന് വേണ്ടി, ഈ എൻ്റെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങി മദ്രസകളിലും പള്ളികളിലും പോയിക്കൊണ്ട് നമ്മുടെ വിശ്വാസാചാര പ്രകാരം ഈ ഒരു ജനാധിപത്യ മതേതരത്വ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ വരും തലമുറ, നമ്മൾ ജീവിക്കേണ്ട കാലമൊക്കെ ജീവിച്ചു കഴിഞ്ഞ പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ അവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്രയും അതിക്രമിച്ചിട്ടുണ്ട്. ഞാനെന്നും പറയുന്നത് പോലെ കോവിഡ്-19 ചൈനയിൽ വന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു അത് ചൈനയിലല്ലേ, അത് ഇന്ത്യയിലെത്തിയപ്പോഴും നമ്മൾ വിചാരിച്ചു ഇന്ത്യയിൽ എവിടെയൊക്കെയോ അല്ലേ, നമ്മുടെ കേരളത്തിലെത്തിയിട്ടില്ലല്ലോ എന്ന്. കേരളത്തിലും പല ഭാഗത്തെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെയൊക്കെയല്ലേ, നമ്മുടെ കണ്ണൂർ ജില്ലയിലെത്തിയില്ലല്ലോ എന്ന്. കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു എൻ്റെ പഞ്ചായത്തിലെത്തിയില്ലല്ലോ എന്ന്. നമ്മുടെ പഞ്ചായത്തിൽ കൊറോണ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അത് തെക്ക് ഭാഗത്തല്ലേ, വടക്ക് ഭാഗത്തല്ലേ, കിഴക്ക് ഭാഗത്തായ എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന കിഴക്ക് ഭാഗത്ത് വന്നില്ലല്ലോ ലോക്ക്ഡൗൺ എന്ന് നമ്മൾ വിചാരിച്ചു. കിഴക്ക് ഭാഗത്ത് ലോക്ക്ഡൗൺ എത്തിയപ്പോഴും അത് എൻ്റെ വീട്ടിലല്ലല്ലോ, ആ വീട്ടിലല്ലേ, ഈ വീട്ടിലല്ലേ എന്ന് നമ്മൾ വിചാരിച്ചു. അവസാനം നമ്മുടെ വീട്ടിൽ കൊറോണ എത്തിയിട്ട് ആ റൂമിൽ പോസിറ്റീവാണ്, ഈ റൂമിൽ പോസിറ്റീവാണ്, എനിക്ക് വന്നില്ലല്ലോ എന്ന് നമ്മൾ സമാധാനിച്ചു. അവസാനം നമ്മളും പോസിറ്റീവായിട്ട് തളർന്നു കിടന്നപ്പോഴാണ് യാ അല്ലാഹ്, ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടത് ഇന്ന് എൻ്റെ ശരീരത്തിൽ വന്നുപെട്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് നില കിട്ടാഞ്ഞത്. അതുപോലെ പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മെ തുടച്ചു നീക്കാനാണ് ഫാസിസ്റ്റ് ഭരണം ശ്രമിക്കുന്നത് എങ്കിൽ യാ അല്ലാഹ്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് മലയാളികളാണ് ഹജ്ജിന് പുറപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള പണി, ലക്ഷ്യം, അത് നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്കുത്തരം കിട്ടി എന്ന് സമാധാനിക്കാനും നമുക്ക് ആശ്വസിക്കാനും സാധിക്കണം. നമ്മെ ഓർത്തിട്ടല്ല പ്രിയമുള്ളവരെ, നമ്മുടെ വളർന്നു വരുന്ന പൈതം മക്കൾക്ക് അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പള്ളികളിൽ പോയി സുജൂദ് ചെയ്തിട്ട് മദ്രസകളിൽ ധാർമ്മികത പഠിക്കാൻ അവസരമില്ലാതായി കൂടാ. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട്. അതുകൊണ്ട് ടെൻഷൻ വേണ്ട, ഞാൻ അള്ളാന്റെ അതിഥിയാ, അള്ള വിളിച്ചിട്ട് പോവുക. അപ്പൊ അത്ര ആശ്വാസ അല്ലേ? നമ്മളൊരു വീട്ടില് വിരുന്ന് വിളിച്ചാല് പിയാപ്പളുടെ ഉമ്മ നമ്മളോട് തിന്നാൻ പോകാൻ പറഞ്ഞ ധൈര്യത്ത് പോലെ നമ്മളെ വിളിച്ചിട്ടല്ലേ പോന്ന് അല്ലേ? ആ സ്ഥാനത്ത് വിളിക്കാണ്ട് ഉച്ച സമയത്ത് കയറി പോകുമ്പോ നമുക്ക് ഒരു ബേജാറിന്റെ യാ അല്ലാ അല്ലേ? മോന്റെ വീട്ടിൽ പോന്ന സുഖം തോന്നൂല എവിടെ പോകുമ്പോ. പിയാപ്പളുടെ ഉച്ചക്ക് എങ്ങനെയാ റബ്ബേ, വിളിക്കാതെ എങ്ങനെയാ അല്ലാ, എന്താ അവർക്ക് എന്തോ ആവോ ഇല്ലേ പ്രിയമുള്ളവരെ? അതാ അപ്പോ നമ്മൾ അങ്ങനെ വിളിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അവിടെ ഈ നിയത്ത് വെച്ച് പോകാൻ അവസരം കിട്ടിയ ആളുകള് ഒരുപാട് അള്ളാനെ സ്തുതിക്കണം. എല്ലാവർക്കും കിട്ടാത്ത ഭാഗ്യാണ് അള്ളാഹു എനിക്ക് തന്നത്. പൈസ ഉണ്ടായാൽ പോകുന്നൊന്നല്ല. ഞാനൊക്കെ ഹജ്ജിന് പോകുമ്പോ എത്ര മുതിർന്ന ആളുകള് എന്റെ കൈ വന്ന് പിടിച്ചിട്ട് മോളെ നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോട് നിങ്ങള് ഇനിയും ഹജ്ജ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ, കാരണം എന്നെക്കാളും സമ്പത്തുള്ള, എല്ലാ സൗകര്യമുള്ള, എല്ലാം വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്ന ആളുകൾ വരെ അവിടെ താതെയുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ പടച്ച റബ്ബ് അള്ളാഹുവിന്റെ അതിഥികളായി അവിടെ എത്താൻ ഇത്രയും വലിയ തൗഫീഖ് യാ അല്ലാഹ് അത് തന്നെങ്കിൽ അത് ആ അള്ളാഹ് കൽപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അതിഥിയായിട്ട് തന്നെ നാഥ എല്ലാം എന്നിൽ നിന്ന് പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന മനസ്സോടുകൂടി തിരിച്ച് നമ്മുടെ വീടുകളിലേക്ക് വന്ന് കയറാൻ തീർച്ചയായും നമുക്ക് കഴിയണം. അവിടെ എത്തിയാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്തൊക്കെയാ? എൻ്റെ കൂടെ ഹജ്ജിന് വന്ന ഒരാൾ പറയട്ടോ, ഞാനുണ്ടല്ലോ ഈ സാധനം എന്നോട് ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന അന്നിട്ടതാ,
വീട്ടിന് കേറി അന്നില്ലാണ്ടാക്കും. നോക്കൂ നിങ്ങള്, സാധനം ഇസ്ലാമിക വേഷം. ഹജ്ജിന് വേണ്ടി ആരും ഇസ്ലാമിക വേഷം ധരിക്കണ്ട കേട്ടോ. ഹജ്ജിന് വേണ്ടി ആരും ധരിക്കണ്ട. ഇസ്ലാം നമ്മോട്, നമ്മൾ എവിടെയായാലും ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത് ഇങ്ങനെ നടക്കാനാണ്. മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊക്കെ മറിച്ചിട്ട്, അതാണ് ഒരു സ്ത്രീക്ക് അല്ലാഹു അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഒരാൾ പറയട്ടോ, വല്ലാത്ത ജാതി ഇപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഗതി, ഹറമിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ ഉണ്ടോ വല്ലാത്ത ജാതിയായിപ്പോയി, ഇതാന്ന് ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വരൂലേനോ. മോൻ്റോൾ ഉമ്മ വരുന്ന കണ്ടിട്ട് വന്നതാ. മോൻ്റോൾ ഉമ്മ ഹജ്ജിന് പോകുന്നതെന്ന് അറിഞ്ഞോണ്ടാണ് മൂപ്പര് വന്നേ. ഇങ്ങനെയെന്ന് അറിഞ്ഞാൽ ഞാൻ വരൂലേനോ. എൻ്റെ 5 പോയി കിട്ടി. ഇങ്ങനെ പലതും അവിടുന്ന് കാണാൻ പ്രിയമുള്ളവരെ, സത്യം ഞാൻ വെറുതെ അറിയുന്നില്ല. എന്തെല്ലാം ജാതികൾ അവിടുന്ന് കാണും. നോക്കിങ്ങള്, മോൻ്റോട് ഉമ്മ പോകുമ്പോ ഞാൻ പോവാൻ ഞാൻ മോശമില്ലെന്ന് വെച്ചിട്ടാ വന്നേ. മൂപ്പനാടെ എത്തിയാൽ വേറെ എന്തൊക്കെയോ വിചാരിച്ചേ കേട്ടോ. എന്നിട്ട് ഒരു 5 അങ്ങ് പോയി കിട്ടി. അണ്ട് പോയി കിട്ടരുത് പ്രിയമുള്ളവരെ, നമുക്ക് തന്നെ കിട്ടിയേക്കണത് മുറുക്ക പിടിച്ചേക്കണം. എൻ്റെ 5ന്റെ അതിന്റെ ഇരട്ടിയാ അല്ലാ എനിക്ക് അതിൽ നിന്ന് ആ മനസ്സ്. ഏറ്റവും കൂടുതൽ എന്താ അറിയോ, തിരിച്ചു വരുമ്പോഴേക്ക് ആ ഹാജറ ബീവി പ്രാർത്ഥിച്ച നമ്മള്, അതായത് അവിടെ നിന്ന് സ്ത്രീകൾ ഓടണ്ട. പണ്ഡിതന്മാരെന്താ പറയുന്നറിയോ, സ്ത്രീകൾക്ക് വേണ്ടി ഓടണ്ട ഓട്ടൊക്കെ ആരോടി. നമ്മളവിടെ എത്തിയാൽ ഓടണ്ട. അവിടെ ലൈറ്റ് കാണും, അവിടെ നിന്ന് ഇങ്ങനെ പുരുഷന്മാരിങ്ങനെ ഓടുന്നുണ്ടാവും. സ്ത്രീകൾ ഓടേണ്ടതില്ല. കാരണം എന്താണ്, ഹാജറ ബീവി ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി ഓടിക്കഴിഞ്ഞ് എന്നൊക്കെയാണ് പണ്ഡിതന്മാരെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഏതൊരു സമയത്തും നാഥ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും എന്ന ഒരു ആത്മവിശ്വാസമാകുന്ന ആ ഒരു ഈമാനാണ് പ്രിയമുള്ളവരെ ആര് നേടിയെടുക്കേണ്ടത്, നമ്മൾ നേടിയെടുക്കേണ്ടത്. അതാണ് ആരിലുണ്ടാകേണ്ടത്. മറിച്ച് പോയിട്ട് എന്താ കിട്ടിയേ, ഈ പടുത്തൊരു ഉംറക്ക് പോയി വന്ന ഒരാള് അപ്രതീക്ഷിതമായി ഒരു പ്രോഗ്രാമിന് പോയി വരുമ്പോൾ ഇവർ ഉംറക്ക് വന്നിട്ട് കയറിയതാ. ഞാൻ അവിടെ കയറിയിട്ട് അവരോട് ഇങ്ങനെ എന്താണ് ഉംറക്കൊക്കെ പോയിട്ട് റാഹത്ത് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയാം, എന്ത് മോളെ നീ പോയി냐 ഉംറക്ക്? ഞാൻ പറഞ്ഞ ഞാൻ ഇടക്കൊക്കെ പോയിട്ടുണ്ട്, എന്നെ കുറിച്ച് അവർക്ക് വലിയ അറിവൊന്നുമില്ല. എനിക്ക് പറയട്ടോ, എന്ത് വെറും നിസ്കരിക്കാൻ പോകുക വരിക, നിസ്കരിക്കാൻ പോകുക വരിക. ഈന എല്ലാരും ഇങ്ങനെ കേടിപ്പ് ചാടപ്പോന്ന് വീടുതന്നെ ചെയ്താ പോരെ. ഇങ്ങനെ ശരിയാണ്, ഉംറക്ക് പോയാൽ നമുക്ക് ആ നമ്മുടെ ലക്ഷ്യം മുഴുവൻ എന്താ, എല്ലാരും അല്ല കേട്ടോ, എല്ലാരും അല്ല. നല്ല നേന്ത്രപ്പഴം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് അമീറായി ഉസ്താദിന്റെ കൂടെ വന്ന ഭർത്താക്കന്മാരുടെ ഭാര്യയ്ക്ക് ഇവർ കൊണ്ടുകൊടുക്കും. നീ അമ്മ അസിസ്കരിച്ച് വരുമ്പോ നല്ല അടിപൊളി. ശരിയാണ്, നമ്മൾ ഇവിടുന്ന് ഗൾഫിലെല്ലാം പോയാലാണ് ഒറിജിനൽ നല്ല നാട്ടിലെ പഴം കാണുക. വീടുള്ളവരിൽ ഒടിഞ്ഞിട്ടും കുത്തിയിട്ടും പറഞ്ഞിട്ടുണ്ടാകുക. ഏറ്റവും നല്ല ഭംഗിയുള്ള പഴവും ഏറ്റവും നല്ല ഫ്രൂട്ട്സ്. ക്യാരറ്റിനെ കാണുമ്പോൾ ഉമ്മ വെക്കാൻ തോന്നും. നമ്മളെ നാട്ടിൽ നിന്ന് കാണുന്നതോ ഇങ്ങനെയാ. ഗൾഫിലുള്ള മഞ്ഞ പഴല്ല തടി വണ്ണുള്ള ഒരു കുത്തില്ലാത്ത പഴയലും കാണുമ്പോൾ പോയ ഭർത്താക്കന്മാർക്കെല്ലാം തോന്നും 2 പയമ്പൊരി എന്നിട്ട് പിന്നെ വാങ്ങിക്കൊണ്ടിട്ട് അറിയി പൊരിച്ചാണ്. അമ്മ ഇവിടുന്ന് ഇങ്ങനെ പൊരിക്കലോ തിന്നല്ലേ, നമുക്ക് ഈടുന്ന എന്താ പണി, ഈടുന്ന നമുക്ക് എന്താ പണി ആലോചിച്ചൊക്കെ. രാവിലെ നമ്മളിങ്ങനെ 7 മണിയായി ചായ കുടിച്ചിട്ടില്ല, നമുക്കും കുടിക്കണം പരിക്കലാക്കും കുടിക്കണം അല്ലേ. 9 മണിയായി അടുത്ത നമ്മളെ പണിയായി. 9 മണിയായി നമാസാക്കിയിട്ടില്ല, വിശന്നിട്ടില്ലെങ്കിൽ തിന്നക്കണം അല്ലേ. ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് തുടങ്ങിയതേ യാ ചോറ് വെച്ചിട്ടില്ല, വൈകുന്നേരമായി. ഇതന്നെ ഇടുന്ന പണി. അതുകൊണ്ട് ഭർത്താക്കന്മാര് കൂടെ വരുന്ന ഭാര്യമാർ പിരിച്ചത്തെ പറഞ്ഞോ, പിരിച്ച നല്ല സ്നേഹത്തെ പറഞ്ഞോ, മാപ്പിളെ പോന്നവരെ തന്ന്. ഇനി ഗ്രൂപ്പ് തരുന്നതിൽ തിന്നിട്ട് നമ്മ 2 ആൾ അവിടെ പോയിട്ട് അടി കഴിയണ്ട. ആയുസോടെ വന്നിനെങ്കിൽ ഉള്ള സമൂസയുള്ള എന്താ പുതിയുള്ളിലാക്കി തരാം. മക്കത്തൊന്നൊരു പുതിയും വേണ്ട. എനിക്ക് 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നിങ്ങൾ അനുവദിക്കണം. ശരിക്കും ഭർത്താക്കന്മാർ അനുവാദം വേണ്ട മക്കത്തെത്തിയാൽ കേട്ടോ. എന്നാലും ഞാൻ പറയാ, ചേർത്ത് പിടിച്ചോ, നിങ്ങൾ എന്നെ അനുവദിക്കണം. എനിക്ക് 5 നേരം, കാരണം 1 ലക്ഷം കൂലിയാണ് പ്രിയമുള്ളവരെ ഏത് പള്ളിയിൽ പോയി നിസ്കരിച്ച. പല സ്ത്രീകളും അവിടെ എത്തിയാൽ ജമാഅത്തിന് പോവില്ല, ആകെ പോവും ടാക്സി ഉംറ, ദിവസം ഉംറക്ക് പോവും. എന്നിട്ട് ഇങ്ങനെ എണ്ണും, ഇത്ര ഉംറ ചെയ്ത്. അവിടുന്ന് നമ്മൾ സ്വായത്തമാക്കേണ്ടത് പ്രിയമുള്ളവരെ 5 നേരത്തെ നിസ്കാരം യാ അല്ലാഹ് മക്കത്തുള്ള സമയത്ത് വളരെ കൃത്യമായി ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി. തിന്നാനല്ല അവിടെ പോകുന്നത്.
എല്ലാം അള്ളാഹു ആഫിയത്തോടു കൂടി തിരിച്ചു വന്ന് റാഹത്തിൽ തിന്നാനും അനുഭവിക്കാനും ആസ്വദിക്കാനൊക്കെ അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഇത് കിട്ടിയ അവസരം എല്ലാവർക്കും ഇത് കിട്ടൂല. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കായി പഠിച്ച റബ്ബ് തന്ന നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾ എണ്ണി നോക്കൂ, എത്ര ആളുകളാ ചെയ്തത്? ഭൂരിഭാഗം ആളും ചെയ്യാത്തതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ അവസരം ഉണ്ടല്ലോ റഹ്മാനെ, അത് പരിപൂർണമായും അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ ആ കർമ്മം നിർവഹിക്കണം എനിക്കെന്ന ഒരു ജാഗ്രത, ഒരാഗ്രഹം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. എന്നിട്ട് നല്ല പിരിശത്തിൽ തെറ്റിപ്പിരിഞ്ഞിട്ടൊന്നും വരണ്ട. ഇതേപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുന്ന് സാധനം വെച്ച് കെട്ടെല്ലാം കെട്ടുമ്പോ ഈ കെട്ടിൽ ശൈത്താൻ ആദ്യം കയറിയിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കുക, അടി കൂടൽ, കലമ്പുന്ന ഒരു സ്ഥലം എവിടെയാ? ഞാൻ 8 കൊല്ലം പണങ്ങി നിന്ന ഒരു കുടുംബത്തിനെ ശരിയാക്കാൻ വേണ്ടി ഞാനൊരു ഒരു കൗൺസിലിംഗ്, ഒരു ഇടപെടൽ നടത്തി. ഞാൻ പറഞ്ഞു, ആ വീട്ടിലും ഞാൻ ഇരിക്കുന്നില്ല, ഈ വീട്ടിലും ഞാൻ ഇരിക്കുന്നില്ല, മൂന്നാമത്തെ ഒരു വീട്ടിലിരിക്കാം. ആ വീട്ടിൽ ഇരുന്നിട്ട് ഇവര് വിചാരിക്കേണ്ട അവരാളായിന്ന്. അങ്ങനെ മൂന്നാമത്തെ ഒരു വീട്ടിലിരുന്നു. അപ്പൊ എന്താ പ്രശ്നം അറിയാം? 8 കൊല്ലമായിട്ട് ഇവര് മിണ്ടാത്തത് അതിർത്തിക്കുള്ളൊരു തെങ്ങിന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വീട്ടിലിരിക്കുന്നില്ല, ഈ വീട്ടിലിരിക്കുന്നില്ല എന്നിട്ട് മൂന്നാമത്തെ വീട്ടിൽ ഇരിക്കാൻ പോകുമ്പോ ഞാൻ അവരോട് ചോദിച്ചോ, ഈ 8 കൊല്ലമായിട്ട് 18 കൊല്ലം കേട്ടോ, 18 കൊല്ലമായി മിണ്ടാത്ത ഈ തെങ്ങിന് പൊന്നാറ്റം കായ്ക്കുന്നുണ്ടാവും. ഇപ്പൊ ഏത് പാപ്പ് പോയി നോക്കിയാലും തെങ്ങ് വണ്ടരി പിടിച്ചിട്ട് പേർക്കുള്ള തെങ്ങുമ്പോ തന്നെ തേങ്ങയില്ല. 18 കൊല്ലം ഇവര് രണ്ടാളും ഇത്രമാത്രം വെറുപ്പിലും വാശിയിലും നിൽക്കണമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കയറുന്നതിന്റെ മുമ്പ് ഞാൻ അവരോട് ചോദിച്ചോ, ആ അതിർത്തിക്കുള്ള തെങ്ങും എനിക്ക് കാണിച്ചു തരാം. കാരണം പ്രശ്നത്തിന് ഇടപെടുകയാണല്ലോ. അപ്പോ തെങ്ങ് നോക്കാൻ പോകുമ്പോ അവർ പറയാം, അത് 8 കൊല്ലമായി ടീച്ചറെ വീണിട്ട് തെങ്ങില്ലേ ഇപ്പൊ. അപ്പൊ 10 കൊല്ലം തെങ്ങിന്റെ പേരില്, കാരണം നല്ല തേങ്ങ പിടിക്കുന്ന തെങ്ങ് വേരിപ്പുറത്താണ്, ഇവരിപ്പുറം വളൂടും അവരപ്പുറം വളൂടും, ഇത് എന്റേതാണെന്ന് ഇവരും, ഇതാണ് പ്രശ്നം. ആ പ്രശ്നം അവസാനം ഇവിടുന്ന് മരിച്ച അവിടെ പോലും, അവര് മരിച്ച ഇവിടെ വരൂല, കല്യാണത്തിന് വിളിക്കൂല, ഒന്നുമില്ല, 18 കൊല്ലമായിട്ട് ഒരു ബന്ധമില്ല. നമ്മളിതിൽ കേൾക്കുമ്പോ വിചാരിക്കും, പഠിച്ചോനെ എങ്ങനെയുള്ള ആളുണ്ടോ? നമ്മളിൽ വേറെ സ്റ്റൈലായിരിക്കും. ഇതേപോലെ 2 അയൽവാസികള് ഭയങ്കര ബന്ധം, അങ്ങനെ ഇവർ രണ്ടാളും തീരുമാനിച്ച് നമുക്ക് ഒന്നിച്ച് അഞ്ചിന് പോകാം. അങ്ങനെ പിരിശത്ത് പോയ ആള് നിങ്ങളെ കൂട്ടത്തിലും ഉണ്ടാവും. അങ്ങനെ ഇവര് പിരിശം കൂടിയിട്ട് പറഞ്ഞു ഗവൺമെന്റിലാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം കയ്യിൽ കരുതാൻ പറയല്ലോ. അപ്പൊ ഇവള് പറഞ്ഞു, നീ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് കുറക്കാലോ, എല്ലാവരും ഒരേ സാധനം എടുക്കണ്ട, ഞാൻ അരി, അച്ചാറ്, കറിക്ക് വേണ്ട സാധനം എടുക്കാം, നീ തിന്നുന്ന സാധനം എടുത്തോ. ഏത് ചായക്കൽ തിന്നുന്ന സാധനം, അപ്പൊ രണ്ടാൾക്ക് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഇതെല്ലാം എടുത്തിട്ട് പോയി. അവിടെ എത്തിയ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ അച്ചാറ് കൊണ്ടുപോയ ആള് കുളിക്കാൻ കയറി കേട്ടോ. അപ്പോ ഏത് സമയം കാത്തുനിന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ ഉച്ച സമയമായി. അപ്പൊ അപ്പം കൊണ്ടുപോയ കക്ഷി ഉണ്ടല്ലോ, ഉച്ച സമയല്ലേ, എല്ലാവരും കയ്യിൽ ചോറ് കിട്ടിയാലോ. അപ്പം കൊണ്ടുപോയ കക്ഷി അച്ചാറ് കൊണ്ടുവന്ന കക്ഷിന്റെ അച്ചാറ് ബാഗ് തുറന്നിട്ട് അച്ചാറ് എടുത്തിട്ട് ഇവിടെ എല്ലാവർക്കും കൂട്ടത്ത് പോയ 10-35 ആണ്ട് എല്ലാവർക്കും ഇട്ടുകൊടുത്തു. എല്ലാവരും കൂടി ഇവിടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടെ തിന്നാൻ വരുമ്പോ കാണുന്നത് ഇവിടെ ബാഗിൽ അച്ചാർ എടുത്തിട്ട് എല്ലാവരും ഇട്ടിട്ട് ഇത് തിന്നുന്നേ. എല്ലാ പ്രശ്നവുമില്ല. ശിവക്കത് ആടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പറഞ്ഞു, എന്റെ അച്ചാർ എന്റെ ബാഗ് തുറന്നിട്ട് നീ എന്തിനെടുത്തേ? ഇവിടുന്ന് ഇത്ര പിരിച്ചെന്ത് പോയേ മനുഷ്യന്മാരാണ് ആടെത്തിയിട്ട് എന്ത്? ഇവർ ഈ സംഭവം കണ്ടിട്ട് മക്കളെ 12 കൊല്ലം ഇന്ന് 2 ആളും 2 കുടുംബം മിണ്ടിയിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം അറിയോ? മക്കൾക്ക് അച്ചാറിന്റെ പ്രശ്നം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനൊക്കെ ലോകത്തുണ്ടോ? ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര്, ഏട്ടത്തി അഞ്ചത്തിയാര്, അയൽവാസികള്, ഗ്രൂപ്പായി പോകുന്ന ആളുകള് ഒക്കെ നല്ല മനസ്സോടുകൂടി ഇതൊക്കെ എൻ്റെ ഹജ്ജിനെ ബാത്തിലാക്കി കളയും അള്ളാഹ് എന്നുള്ള നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള തക്കതായ പ്രതിഫലം, ഏറ്റവും പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ചു വരാൻ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. മാരകമായ രോഗങ്ങളോ പകർച്ചവ്യാധികളോ അപകടങ്ങളിലോ അള്ളാഹു പെടുത്താതിരിക്കട്ടെ. നാഥ, ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെ റബ്ബേ ഒരു പ്രയാസമോ വിഷമമോ അവിടെ നിന്ന് കേൾക്കാനോ നമ്മുടെ ബന്ധുമിത്രാദികള്, നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആദർശ ബന്ധക്കാർ അടക്കമുള്ള ഒരുപാട് പേരുണ്ട് നാഥ. ഒരു പ്രയാസങ്ങൾ അവിടെ നിന്ന് കേൾക്കാനോ, പൈതം മക്കളാക്കി പോകുന്ന ഉമ്മമാരുണ്ട്, മാതാപിതാക്കളാക്കി പോകുന്ന ആളുകളുണ്ട്, ഭാര്യമാരെയും പൈതം മക്കളെയാക്കി പോകുന്ന ഭർത്താക്കന്മാരുണ്ട്.
ഒരുപാട് പേരുണ്ട്. ഇവിടുന്ന് ഒരു പ്രയാസം നാഥ അവർക്ക് അവിടെ കേൾക്കാനോ, അവിടുന്ന് ഒരു പ്രയാസം ഇവിടെ കേൾക്കുന്ന രൂപത്തിലൊന്നും നീ ആരെയും പരീക്ഷിക്കല തമ്പരാനെ. അള്ളാഹുവേ, നീയത്ത് വെച്ച മുഴുവൻ ആളുകൾക്കും ആരോഗ്യപരമായ പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ ആഫിയത്തോടുകൂടി എല്ലാ കർമ്മങ്ങളും ചെയ്ത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് വളരെ റാഹത്തിൽ തിരിച്ചു വരാൻ കാണാൻ നീ വിധി കൊണ്ട് തമ്പുരാനെ. അള്ളാഹുവെ, ഹജ്ജ് ചെയ്ത ആളുകളുടെയൊക്കെ ഹജ്ജ് നീ ഖബൂലാക്കണേ തമ്പുരാനെ. നമ്മുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും എന്നും നീ സ്വീകരിക്കുക തമ്പുരാനെ. അതുപോലെ വരും കാലങ്ങളിലും ഹജ്ജ് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും നാഥ അവിടെ നീ എത്തിക്കണേ തമ്പുരാനെ. ഹജ്ജും ഉംറയൊന്നും ചെയ്യാതെ തിരിച്ചു വിളിക്കുന്ന ഒരവസ്ഥ നീ ആർക്ക് നൽകുന്ന റഹ്മാനെ. അള്ളാഹ്, നീ എന്നും നമ്മെ അനുഗ്രഹിക്കുക തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ തൃപ്തിപ്പെട്ട അടിയന്മാരിലൊക്കെ നീ നമ്മെ ഉൾപ്പെടുത്തുന്നാഥ. അള്ളാഹുവേ, നമ്മുടെ ഓരോ കർമ്മവും, നമ്മുടെ നമസ്കാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ സക്കാത്തും ഹജ്ജൊക്കെ നാളെ പരലോകത്ത് എല്ലാ കവാടങ്ങളിലൂടെയും ബാബു സക്കാത്ത്, ബാബു റിയാൻ, ബാബു സ്വലാത്ത്, ബാബു സ്വദഖ, ബാബുൽ ജിഹാദ്, ഇങ്ങനെ ഒരുപാട് സ്വർഗീയ കവാടങ്ങളുണ്ട് നാഥ. എല്ലാ കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ നീ നമ്മളിൽ നിന്ന് എന്നും സ്വീകരിക്കുക തമ്പുരാനെ. നാഥ, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അവരെയും നമ്മയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുക തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.